നമസ്കാരം. എൻ്റെ നാടായ നെല്ലായി എന്ന കൊച്ചു ഗ്രാമത്തിലെ മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്ന് തെക്കുമാറി തൃശ്ശൂർ എറണാകുളം നാഷണൽ ഹൈവേയിൽ നെല്ലായിൽ തന്നെയാണ്. രൂപത്തിലുള്ള നരസിംഹമൂർത്തിയാണ് ഇവിടുത്തെ പ്രത്യേകത. ഐതിഹ്യപ്രകാരം അനേകം വർഷങ്ങൾക്ക് മുമ്പ് നാന്ദിനിപ്പുഴയുടെ, അതായത് നമ്മുടെ കുറുമാലിപ്പുഴയുടെ തീരത്ത് കൊടുംവനമായിരുന്നു. ഇവിടെ താമസിച്ചിരുന്ന ഒരുപാട് മുനിവര്യന്മാർ പുഴയിൽ നിന്ന് മണ്ണെടുത്ത് ബിംബപ്രതിഷ്ഠ നടത്തി. ഇങ്ങനെയാണ് ക്ഷേത്രോത്ഭവവും മഹാമുനിമംഗലം ഇന്ന് പേര് സിദ്ധിച്ചതെന്നും നമ്മൾ കരുതപ്പെടുന്നു. ഭാവത്തിലുള്ള ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് രാവിലെ ബാലകൃഷ്ണന്റെ ഭാവവും സന്ധ്യയ്ക്ക് ശാന്തസ്വരൂപനായി പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു നിൽക്കുന്ന നരസിംഹമൂർത്തിയുടെ ഭാവവുമാണ്. ശിവൻ, ഗണപതി എന്നീ ഉപദേവന്മാരോട് കൂടെയുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ക്ഷേത്ര മതിൽക്കകത്ത് വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മരക്ഷസിന്റെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് അനേക വർഷങ്ങൾക്ക് ശേഷമാണ്. ഇതാണ് നമ്മുടെ നാന്ദിനിപ്പുഴ അഥവാ മനോഹരമായ നമ്മുടെ കുറുമാലിപ്പുഴ. കുറുമാലിപ്പുഴയുടെ തീരത്താണ് മഹാമുനിമംഗലം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള വയലൂർ മഹാദേവ ക്ഷേത്രവും നമ്മുടെ ഈ ക്ഷേത്രവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് വെച്ചു പുലർത്തുന്നത്. വയലൂരപ്പൻ്റെ ആറാട്ട് ഈ ക്ഷേത്രക്കടവിലാണ് നടത്താറുള്ളത്. അന്നേ ദിവസം തന്നെ വയലൂരപ്പൻ ശ്രീ പാർവതി ദേവിയുടെയും ഗണപതി ഭഗവാന്റെയും സുഖവിവരം അന്വേഷിക്കാനായി വരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നാട്ടിലെ വിവിധ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് തിരുവുത്സവത്തിൻ്റെ എല്ലാ ദിവസവും വിവിധ കലാപരിപാടികൾ നമ്മൾ നടത്തിപ്പോരുന്നു. എല്ലാ വർഷത്തെയും പോലെ നമുക്കെല്ലാവർക്കും സുപരിചിതനായ വയലൂർ പരമേശ്വരൻ തന്നെയാണ് ഇക്കൊല്ലവും ഭഗവാന്റെ തിടമ്പേറ്റുന്നത്. ഉത്സവ ദിവസങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമായ ഇന്ന്, അതായത് പള്ളിവെട്ട ദിവസത്തിൽ മാത്രമാണ് ഭഗവാൻ കൃഷ്ണൻ മതിൽക്കകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്.
നടക്കുന്ന ആറാട്ടോടുകൂടി ഈ വർഷത്തെ തിരുവുത്സവത്തിന് പരിസമാപ്തിയാകുന്നു. വീണ്ടും നെല്ലായിക്കാർ കാത്തിരിക്കും അടുത്ത മകരത്തിനായി, അടുത്ത ഉത്സവത്തിനായി.